പുതുവത്സരത്തിന് തലേന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് തൈവാന് നേരെ ഒരു ഭീഷണിയുണ്ടായി. തൈവാൻ ചൈനയുടെ ഭാഗമാണെന്നും അത് സ്വന്തമാക്കുമെന്നും അതിൽ നിന്നും ആർക്കും ചൈനയെ തടയാൻ കഴിയില്ല എന്നുമായിരുന്നു ആ ഭീഷണി. ഈ വിഷയത്തെപ്പറ്റി ഒരു അവലോകനമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ പ്രശ്നത്തിന് 75 വർഷത്തോളം പഴക്കമുണ്ട്. ആദ്യം നമുക്ക് തൈവാൻ എന്ന രാജ്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കാം. തൈവാനിലെ ശരിക്കുമുള്ള ജനത എന്നത് ഓസ്ട്രേഷ്യൻ തൈവാനീസ് അല്ലെങ്കിൽ ഫോർമോസാൻസ് എന്നറിയപ്പെടുന്ന ജനവിഭാഗമാണ്. 6000ഓളം വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനവിഭാഗമാണ് ഓസ്ട്രേഷ്യൻസ്. ഈ ദ്വീപ് ഫോർമോസ എന്നും അറിയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഓസ്ട്രേഷ്യൻസിനെ ഫോർമോസാൻസ് എന്നും അറിയപ്പെട്ടിരുന്നത്. ഫോർമോസ എന്നാൽ മനോഹരം, അതായത് മനോഹരമായ ദ്വീപ്. 16-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായാണ് ഈ ദ്വീപിൽ എത്തുന്നത്. അന്ന് അവിടം ഭരിച്ചിരുന്നത് ടൊൻഗ്നിങ് രാജവംശമായിരുന്നു. അവർ തൈവാൻ എന്നും അറിയപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ ഡച്ചുകാരാണ് ഹാൻ വംശജരായ ചൈനക്കാരെ ഈ ജോലിക്കും മറ്റുമായി ഈ ഫോർമോസ ദ്വീപിൽ എത്തിക്കുന്നതും പിന്നെ അവർ അവിടെ സെറ്റിലാകുന്നതും. 1683-ൽ ചൈന മെയിൻലാൻഡിലെ ക്വിങ് രാജവംശം ഈ പ്രദേശം പിടിച്ചടക്കി. പിന്നീട് 1985-ൽ ഒന്നാം സൈനോ ജാപ്പനീസ് യുദ്ധത്തിൽ ചൈന പരാജയം നേരിട്ടപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറുണ്ടാക്കി. ആ കരാറിൻ്റെ പേരാണ് ഷിമോണോസേക്കി ട്രീറ്റി. ആ കരാർ പ്രകാരം ഫോർമോസ എന്ന തൈവാൻ ദ്വീപും പെൻഗു ദ്വീപും ലിയോൺഡോങ് പെനിൻസുലയും പിന്നെ യുദ്ധത്തിന് നഷ്ടപരിഹാരമായി ഒരു വലിയ തുകയും ജപ്പാന് കൈമാറി. എന്നാൽ 1912-ൽ സുൻയാത് സെന്നിൻ്റെയും ചിയാങ് കെയ്ഷെക്കിൻ്റെയും നേതൃത്വത്തിൽ ക്വിങ് രാജവംശത്തെ അട്ടിമറിച്ച് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനമായപ്പോൾ 1945-ൽ ജപ്പാൻ അലൈഡ് ഫോഴ്സസിൻ്റെ മുന്നിൽ കീഴടങ്ങി. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ആറ്റം ബോംബ് ഇട്ടതിനെപ്പറ്റി നമുക്കറിയാമല്ലോ. ജപ്പാൻ കീഴടങ്ങിയതിനു ശേഷം അധികം വൈകാതെ ചൈനയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങി. ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന CCP, ചൈനീസ് മെയിൻലാൻഡിൻ്റെ അധികാരം പിടിച്ചു. അങ്ങനെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന PRC നിലവിൽ വന്നു. റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന ROCയും മറ്റു ലോകരാജ്യങ്ങളും ആദ്യം PRCയെ അംഗീകരിച്ചില്ല. CCPയുടെ അധിനിവേശത്തെ തുടർന്ന് ROCയുടെ നാഷണലിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധി തൈവാൻ, പെൻഗു, പിന്നെ ചെറിയ കുറച്ച് ദ്വീപുകൾ എന്നിവയിലായി ഒതുങ്ങി. 1949 ഡിസംബർ 7-ന് ROC നാഷണലിസ്റ്റ് ഗവൺമെൻറ്റും അവരുടെ പട്ടാളവും അഭയാർത്ഥികളോടൊപ്പം തൈവാൻ ദ്വീപിലേക്ക് പിൻവാങ്ങി. ROC ലീഡർമാരായിരുന്ന സുൻയാത് സെൻ, ചിയാങ് കെയ്ഷെക് എന്നിവരിൽ ചിയാങ് കെയ്ഷെക് ROCയുടെ ആർമിയുടെ കമാൻഡറായിരുന്നു. പിന്നീട് സുൻയാത് സെൻ തായ്വാൻ്റെ രാഷ്ട്രപിതാവായി. ഈ സിവിൽ വാറിൻ്റെ സമയത്ത് ചൈനയുടെ ഔദ്യോഗിക ഭരണം ROCയുടെ നാഷണലിസ്റ്റ് ഗവൺമെൻറ്റിനായിരുന്നല്ലോ. CCP വിമത സൈന്യവും, അതുകൊണ്ട് CCPക്ക് ആ സമയത്ത് നേവൽ യൂണിറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ROC തായ്വാനിലേക്ക് റിട്രീറ്റ് ചെയ്തപ്പോൾ അവരുടെ പുറകെ പോകാനൊന്നും CCPക്ക് കഴിഞ്ഞില്ല. മാവോ സേതുങ് ആയിരുന്നു CCPയെ നയിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ എന്തായാലും ചൈനീസ് സിവിൽ വാറിൻ്റെ പിന്നാമ്പുറത്തേക്കൊന്നും പോകുന്നില്ല, അത് വലിയ ചരിത്രമാണ്. 1949 മുതൽ 1975 വരെ ചിയാങ് കെയ്ഷെക് തൈവാൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് 1960-ൻ്റെ ആരംഭം മുതൽ തൈവാൻ മിറാക്കിൾ എന്ന തൈവാൻ എക്കണോമിക് മിറാക്കിളിൻ്റെ കാലമായിരുന്നു. സാമ്പത്തിക മേഖലയിൽ തൈവാൻ വൻ കുതിപ്പ് ആരംഭിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും 1980-കൾ വരെ തൈവാനിൽ ഏകാധിപത്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോൾ ROC, അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞാൽ തൈവാനാണ്. 1980-കളിൽ തൈവാനിൽ ഏകാധിപത്യത്തിൽ നിന്നും ഡെമോക്രസിയിലേക്കുള്ള ട്രാൻസിഷൻ ആരംഭിച്ചു. അതുവരെ ഏകാധിപത്യ രാജ്യമായിരുന്ന തൈവാനിൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വന്നു. 1996 മാർച്ചിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റായി ലീ ടെങ് ഹുയി അധികാരമേറ്റു. ഈ ഇലക്ഷന് തൊട്ടുമുൻപ് തൈവാൻ ജനതയെ പേടിപ്പിക്കുന്നതിനായി മാർച്ച് 8 മുതൽ 15 വരെ തൈവാനും ചൈനയ്ക്കും ഇടയിലുള്ള തൈവാൻ സ്ട്രെയ്റ്റിൽ ചൈന മിസൈൽ ആക്രമണം നടത്തി. എന്നാൽ തൈവാൻ ജനത വാശിയോടുകൂടി തന്നെ ഇലക്ഷനിൽ പങ്കെടുത്തു. ലീ ടെങ് ഹുയിയെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ യുദ്ധം തിരഞ്ഞെടുക്കുകയാണ് എന്നാണ് ചൈന പ്രഖ്യാപിച്ചത്. തൈവാനിലെ ജനങ്ങൾ ചൈനയുടെ ഭീഷണിയെ വകവയ്ക്കാതെ ലീ ടെങ് ഹുയിയെ തന്നെ തിരഞ്ഞെടുത്തു.
പിന്നീട് 2 US എയർക്രാഫ്റ്റ് കാരിയർ ഗ്രൂപ്പുകൾ തായ്വാന് സമീപം നിലയുറപ്പിച്ചതോടുകൂടിയാണ് ഈ പ്രശ്നത്തിന് അന്ന് അയവ് വന്നത്. തായ്വാൻ്റേത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് എക്കോണമിയാണ്. 1990കളിലെ GDP അനുസരിച്ച് ലോകത്തിലെ 21ാമത്തെ വലിയ എക്കോണമിയായിരുന്നു തായ്വാൻ. പർച്ചേസിംഗ് പവർ അടിസ്ഥാനപ്പെടുത്തിയുള്ള GDP പ്രകാരം 20ാമത്തെ സ്ഥാനത്തും. തായ്വാൻ്റെ പ്രധാന ബിസിനസ്സുകൾ സ്റ്റീൽ നിർമ്മാണം, മെഷീനുകളുടെ നിർമ്മാണം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, കെമിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയായിരുന്നു. മാത്രമല്ല തായ്വാൻ ഒരു ഡെവലപ്ഡ് നേഷനായി മാറുകയും ചെയ്തു. ജനാധിപത്യ മൂല്യങ്ങളുടെ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും എല്ലാം മുൻപന്തിയിലെത്തി. എന്നാൽ തായ്വാൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് എന്നും വിവാദത്തിലായിരുന്നു. 1971 വരെ UN സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ 5 രാജ്യങ്ങളിൽ ചൈനയെ പ്രതിനിധീകരിച്ചിരുന്നത് ROC എന്ന തായ്വാനായിരുന്നു. 1971 UN അംഗരാജ്യങ്ങൾ PRC എന്ന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിച്ചു. അതോടുകൂടി ROCയുടെ സ്ഥിരാംഗത്വം PRC എന്ന ചൈനയിലേക്ക് മാറി. 1991 വരെ തായ്വാൻ ചൈന മെയിൻലാൻഡ് തങ്ങളുടേതാണെന്നും CCP ഒരു റെബൽ ഗ്രൂപ്പാണെന്നുമുള്ള നിലപാടാണ് എടുത്തിരുന്നത്. 1991 CCPക്ക് ചൈന മെയിൻലാൻഡിലുള്ള അധികാരം തായ്വാൻ അംഗീകരിച്ചു. PRCയുടെ സമ്മർദ്ദം കാരണം 193 അംഗരാജ്യങ്ങളുള്ള UN 11 രാജ്യങ്ങൾക്കും പിന്നെ ഹോളി സീ എന്നറിയപ്പെടുന്ന വത്തിക്കാൻ സിറ്റിക്കും മാത്രമേ തായ്വാനുമായി ഫുൾ സ്കെയിൽ ഡിപ്ലോമാറ്റിക് ബന്ധമുള്ളൂ. ലോകത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യവും ഈ 11 ഇടം പിടിച്ചിട്ടില്ല. തായ്വാനുമായി ഫുൾ സ്കെയിൽ ഡിപ്ലോമാറ്റിക് ബന്ധം സ്ഥാപിച്ചാൽ ആ രാജ്യവുമായി ചൈന ട്രേഡ് നടത്തില്ല എന്നതാണ് PRCയുടെ നിലപാട്. വലിയ സാമ്പത്തിക ശക്തി അല്ലാത്ത രാജ്യങ്ങൾക്കാണ് ചൈനയുടെ ഭീഷണി കൂടുതൽ ദോഷം ചെയ്യുന്നത്. ഫുൾ സ്കെയിൽ ഡിപ്ലോമാറ്റിക് ബന്ധമില്ലെങ്കിലും മറ്റു രാജ്യങ്ങൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസുകൾ തായ്വാനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. US, ഇന്ത്യ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയൊക്കെ എംബസികൾ സ്ഥാപിച്ചിട്ടില്ല എങ്കിലും വളരെ ശക്തമായ ബന്ധം തായ്വാനുമായി പുലർത്തുന്നു. തായ്വാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ രാജ്യങ്ങളോടൊന്നും ഇടഞ്ഞു നിൽക്കാൻ ചൈനയ്ക്ക് കഴിയില്ല. ഇടഞ്ഞാൽ ഈ രാജ്യങ്ങൾക്കും ചൈനയ്ക്കും വലിയ ദോഷങ്ങൾ തന്നെ ഉണ്ടാവും. കാരണം ചൈനയ്ക്ക് ഈ രാജ്യങ്ങളുമായെല്ലാം വലിയ ട്രേഡ് ബന്ധങ്ങളുണ്ട്. ചൈന നിലവിൽ ലോകത്തിൻ്റെ ഫാക്ടറി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് പലപ്പോഴും ചൈനയെ ആശ്രയിക്കേണ്ടി വരും. അതുപോലെ ചൈന എന്ന ലോകത്തിൻ്റെ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ രാജ്യങ്ങൾ വാങ്ങാതിരുന്നാൽ ചൈനയ്ക്കും അത് താങ്ങാനാവില്ല. ഇനി ഇപ്പോഴത്തെ പ്രശ്നം മറ്റു രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും US സമ്മർദ്ദം കാരണം തന്നെയാണ് ചൈന തൈവാനെ കീഴടക്കും എന്നൊക്കെ പറയുകയും ചില മിലിറ്ററി എക്സർസൈസുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്ത് തൈവാനെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും കടന്നു കയറാൻ ശ്രമിക്കാത്തത്. അതിൽ സൈനികമായും ട്രേഡുമായി ബന്ധപ്പെട്ടതുമായ സമ്മർദ്ദമുണ്ട്. അമേരിക്കയ്ക്ക് പുറത്ത് അവരുടെ ഏറ്റവും വലിയ നാവിക വ്യൂഹമായ 7th ഫ്ലീറ്റ് നിലയുറപ്പിച്ചിരിക്കുന്നത് ജപ്പാനിലാണ്. 70ഓളം കപ്പലുകളും 150ഓളം വിമാനങ്ങളും അടങ്ങിയതാണ് ഈ ഫ്ലീറ്റ്. കൂടാതെ ന്യൂക്ലിയർ ആയുധങ്ങളുമുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് US പടക്കപ്പലുകൾ സൗത്ത് ചൈന സീയിൽ വരാറുണ്ട്. ചൈന തടയാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ ചൈന ഇതൊന്നും ഒരു പരിധിക്കപ്പുറം വഷളാക്കാറില്ല. USഉം യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് വ്യാപാര ഉപരോധം വല്ലതും ഏർപ്പെടുത്തുമോ എന്നുള്ള ഭയം ചൈനയ്ക്കുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ചൈനയുടെ നാശമായിരിക്കും അതിലൂടെ സംഭവിക്കുക. ചൈനയുടെ പ്രധാന കച്ചവടമെല്ലാം USഉമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യയുമായുമൊക്കെയാണ്. ഈ കച്ചവടത്തിനും അതിനെ സംരക്ഷിക്കാനും വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചൈന സ്വന്തം രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും മറ്റു രാജ്യങ്ങളിൽ സൈനിക താവളമായും നടത്തിയിട്ടുണ്ട്. ഇത് ഒരു ഉപരോധം വന്നാൽ ചൈനയ്ക്ക് താങ്ങാൻ പറ്റാത്തത്രയും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തതെല്ലാം വെറുതെയാവും. മറ്റു രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ഉപേക്ഷിക്കേണ്ടിയും വരും. കാരണം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനും നടത്തിക്കൊണ്ടുപോകാനും സാമ്പത്തികം വളരെ അത്യാവശ്യമാണ്. ജിയോ പൊളിറ്റിക്സ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പ്രശ്നം. ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തിൽ തുടങ്ങി ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു? ആ മേഖലയിൽ ഇസ്രായേൽ ഒരു വിധത്തിലും തടുക്കാൻ പറ്റാത്ത ശക്തിയായി വളർന്നു. സിറിയയിലെ ഭരണ സംവിധാനം മാറി. റഷ്യ പിൻവാങ്ങി. ഇറാൻ സൈനികമായി തകർന്നു. ഹിസ്ബുള്ളയുടെ കഥ കഴിഞ്ഞു. അതുപോലെ ചൈനയുടെ കാര്യത്തിൽ തായ്വാനെ ആക്രമിച്ചാൽ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ വൻ സാമ്പത്തിക ശക്തികളായ രാജ്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് വൻതോതിൽ ചൈനയിൽ നടത്തിയതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് എല്ലാം കൂടി ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പല രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ കമ്പനികൾ ചൈനയിലെ നിക്ഷേപം പിൻവലിച്ച്
എവിടെയെങ്കിലും ഒരു രാജ്യത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല രാജ്യങ്ങളിലായി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ ചൈനയിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വൻതോതിൽ കുറയാനും അത് ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിലേക്ക് വീതിച്ചു പോകാനും സാധ്യതയുണ്ട്. ഒരു രാജ്യത്ത് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുപോലെ തന്നെയാണ് തൈവാൻ്റെയും കാര്യം. സെമി കണ്ടക്ടർ ചിപ്പ്. ഇന്നത്തെ ലോകത്ത് സെമി കണ്ടക്ടർ ചിപ്പ് കടന്നു ചെല്ലാത്ത ഒരു മേഖലയുമില്ല. ലോകത്തിനാവശ്യമുള്ള 60% സെമി കണ്ടക്ടർ ചിപ്പുകളും നിർമ്മിക്കുന്നത് തൈവാൻ എന്ന കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രത്തിലാണ്. ആ രാജ്യമാകട്ടെ ചൈനീസ് അധിനിവേശ ഭീഷണിയിലുമാണ്. കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ കാലത്ത് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ വൻ പ്രതിസന്ധി ലോകത്തുണ്ടായി. ലോകമെമ്പാടുമുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പ്രതിസന്ധിയിലായി. ഫോണ്, TV, വാച്ച്, കമ്പ്യൂട്ടർ, വാഹനങ്ങൾ എന്നുവേണ്ട എല്ലാ മേഖലയും പ്രതിസന്ധിയിൽ. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ ലഭ്യതയിൽ വന്ന കുറവ് പല കമ്പനികളെയും പ്രൊഡക്ഷൻ വെട്ടിക്കുറയ്ക്കുന്ന ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചു. ഇത് ഒരു വൻ മുന്നറിയിപ്പാണ് ലോകത്തിന് നൽകിയത്. കോവിഡ് മഹാമാരി വന്നപ്പോൾ താറുമാറായ തൈവാൻ സെമി കണ്ടക്ടർ മേഖല കരകയറാൻ 1-2 വർഷമെടുത്തു. ഇതിനേക്കാൾ ഭീകരമായിരിക്കും ചൈനീസ് ഇൻവേഷൻ തൈവാനിൽ ഉണ്ടായാൽ. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ പ്രൊഡക്ഷൻ കൂടി ചൈനീസ് നിയന്ത്രണത്തിലായാൽ ചൈന ലോകത്തെ പിടിച്ചടക്കിയതുപോലെയാകും. ഈ സിറ്റുവേഷൻ മുന്നിൽ കണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ സെമി കണ്ടക്ടർ ചിപ്പിനുള്ള ഫാബ് സ്ഥാപിക്കുന്നതിനായുള്ള ഇനിഷ്യേറ്റീവ് വളരെ ശക്തമായി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഫാബുകൾ സ്ഥാപിക്കുന്നതിന് താൽപ്പര്യപ്പെടുന്ന കമ്പനികൾക്ക് വൻ സാമ്പത്തിക ഇളവുകളും മറ്റ് ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. US-ലും യൂറോപ്പിലുമൊക്കെ ഇതുതന്നെയാണ് സ്ഥിതി. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞ് തൈവാനിലെ സെമി കണ്ടക്ടർ ഫാബ് കമ്പനികളും മറ്റു രാജ്യങ്ങളിൽ അവരുടെ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ്. അതിൽ പ്രധാനം TSMC എന്ന തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. തൈവാൻ ലോകത്തിനാവശ്യമുള്ള 60% സെമി കണ്ടക്ടർ ചിപ്പുകളും നിർമ്മിക്കുന്നുവെങ്കിൽ അതിൽ സിംഹഭാഗവും TSMC ആണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ മൈക്രോൺ, പിന്നെ ടാറ്റ PSMC ജോയിന്റ് വെഞ്ചർ, അതുപോലെ അദാനി ടവർ ഇലക്ട്രോണിക്സ് ജോയിന്റ് വെഞ്ചർ തുടങ്ങിയവയൊക്കെ സെമി കണ്ടക്ടർ ചിപ്പ് പാക്കിംഗ് യൂണിറ്റും ഫാബുകളും സ്ഥാപിച്ചു വരികയാണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഒരു 10 വർഷം കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. തൈവാനെ അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവർക്ക് തൈവാനെ കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ടുകൂടിയാണ്. സെമി കണ്ടക്ടർ കമ്പനികളെ 3ആയി തിരിക്കാം. 1. ഇൻ്റഗ്രേറ്റഡ് ഡിവൈസ് മാനുഫാക്ചറേഴ്സ്. 2. ഫാബുലസ് ഫേം. 3. പ്യുവർ പ്ലേ ഫൗണ്ടറീസ് എന്നിവയാണവ. ഡിസൈൻ, മാനുഫാക്ചറിംഗ്, സെയിൽസ് എന്നിവയെല്ലാം ചെയ്യുന്ന കമ്പനികളാണ് IDM എന്ന ഇൻ്റഗ്രേറ്റഡ് ഡിവൈസ് മാനുഫാക്ചറേഴ്സ്. ഡിസൈനും സെയിൽസും മാത്രം നടത്തുന്നവയാണ് ഫാബുലസ് കമ്പനികൾ. മറ്റൊരു കമ്പനിയുടെ ഡിസൈൻ, അതായത് ഫാബുലസ് കമ്പനിയുടെ ഡിസൈനെ മാനുഫാക്ചറിംഗ് ചെയ്യുക മാത്രം ചെയ്യുന്ന കമ്പനിയാണ് പ്യുവർ പ്ലേ കമ്പനി. US-ലും മറ്റും പല ഫാബുലസ് കമ്പനികൾ ഉണ്ട്. ഇന്റൽ പോലും അവരുടെ ഡിസൈൻ TSMCക്കും മറ്റും മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഔട്ട്സോഴ്സ് ചെയ്യുന്നു. പല അമേരിക്കൻ കമ്പനികളും ഡിസൈൻ ചെയ്യുന്ന ചിപ്പുകൾ മാനുഫാക്ചറിംഗ് നടത്തുന്നത് തൈവാനിലാണ്. അതുപോലെ തൈവാന് ആവശ്യമുള്ള ആയുധങ്ങൾ കൈമാറുന്നതും US തന്നെയാണ്. ഇപ്പോൾ തായ്വാനെ സംരക്ഷിക്കേണ്ടത് US-ന്റെ ആവശ്യമായതുകൊണ്ടുകൂടിയാണ് അവർ തായ്വാനെ സംരക്ഷിക്കുന്നത്. US-ലും മറ്റു രാജ്യങ്ങളിലും പുതിയതായി വരുന്ന ചിപ്പ് മാനുഫാക്ചറിംഗ് കമ്പനികൾ വരും വർഷങ്ങളിൽ പ്രവർത്തനക്ഷമമാകും. അപ്പോൾ US-നും മറ്റു രാജ്യങ്ങൾക്കും തായ്വാനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം കുറയും. അപ്പോഴും US തായ്വാനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ? അതുപോലെ സെമി കണ്ടക്ടർ ചിപ്പ് മേഖലയിൽ തായ്വാന്റെ പ്രാധാന്യം കുറയുമ്പോൾ പിന്നെ ചൈനയ്ക്ക് തായ്വാനെ വേണ്ടാതാകുമോ? എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി ഉടനെ എത്തും. അതുവരേക്കും ഗുഡ് ബൈ.